KTU 2019 സ്കീം S1 ആൻഡ് S2 ഫിസിക്സ് മൊഡ്യൂൾ 5ൻ്റെ തിയറിയാണ് പറയാൻ പോകുന്നത്. ഇതിൽ ആദ്യം തന്നെ നമ്മൾ കമ്പാരിസൺ ടേബിളാണ് ചെയ്തിട്ടുള്ളത്. സൂപ്പർ കണ്ടക്ടേഴ്സ് ടൈപ്പ് 1ഉം 2ഉം തമ്മിലുള്ള കമ്പാരിസൺ. ഇപ്പോൾ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്താണെന്നും അല്ലെങ്കിൽ ടൈപ്പ് 1 ടൈപ്പ് 2 ഒക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പഠിച്ചിരുന്നു. തമ്മിൽ നമ്മളുടെ കമ്പാരിസൺസ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് തന്നെ ഓരോന്ന് പോയിന്റ്സ് ആക്കിയിട്ട് എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടറാണ്, ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ ഹാർഡാണ്. ടൈപ്പ് 1ൽ മിസ്മെർ എഫക്റ്റ് ഉണ്ടായിരിക്കും, ടൈപ്പ് 2ൽ അത് ഉണ്ടായിരിക്കില്ല. ടൈപ്പ് 1 എന്ന് പറയുന്നത് മാഗ്നറ്റൈസേഷൻ ലോസ് ചെയ്യുന്ന അബ്രപ്റ്റ്ലി ആയിരിക്കും, ടൈപ്പ് 2ൽ ഗ്രാജുവൽ ആയിരിക്കും. അങ്ങനെ ഓക്കെ, ബാക്കിയുള്ള പോയിന്റ്സ് നോക്കണം കേട്ടോ. നെക്സ്റ്റ് ടോപ്പിക്കാണ് BCS തിയറി. BCS തിയറിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റിനെ കുറിച്ചാണ് കേട്ടോ. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സൂപ്പർ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ റെസിസ്റ്റൻസ് 0 ആകുമ്പോൾ മാക്സിമം കണ്ടക്ഷൻ നടക്കുമെന്ന് പറഞ്ഞു. ആ റെസിസ്റ്റൻസ് എങ്ങനെ 0 ആകുന്നു, അതാണ് BCS തിയറിയിൽ പറയുന്നത്. റെസിസ്റ്റൻസ് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോൺസ് റാൻഡമായിട്ട് മൂവ് ചെയ്യുമ്പോൾ അവർക്കിടയിൽ എന്തുണ്ടായിരിക്കും, കൊളീഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ കൊളീഷൻസ് കാരണം ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്രീലി മൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഫ്ലോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് അവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ആ റെസിസ്റ്റൻസ് 0 ആകുമ്പോഴാണ് അത് ആരായിട്ട് ആക്ട് ചെയ്യുന്നത്, സൂപ്പർ കണ്ടക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ റെസിസ്റ്റൻസ് എങ്ങനെ 0 ആവുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ പറയുന്നത് 2 ഇലക്ട്രോൺസ്, അതായത് BCS തിയറി പറയുന്നത് 2 ഇലക്ട്രോൺസ് അട്രാക്ട് ചെയ്ത് ഒരു പെയർ ബൈ പെയർ ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. ആ പെയർ നമ്മൾ പറയുന്ന പേരാണ് കൂപ്പർ പെയർ. അങ്ങനെ ഇലക്ട്രോൺസിൻ്റെ എല്ലാം പെയർ ബൈ പെയർ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ കൊളീഷൻസിൻ്റെ എണ്ണം കുറയുകയും അവർക്ക് ഫ്രീലി ഫ്ലോ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് റെസിസ്റ്റൻസ് അവിടെ എന്താകുന്നത്, 0 ആകുന്നത്. അപ്പോൾ ഇത് പറയുന്നതാണ് BCS തിയറി. ഫൈബർ ഓപ്റ്റിക് സെൻസേഴ്സ്, ഇതിൽ നമ്മൾ 2 ടൈപ്പ് സെൻസറാണ് പഠിക്കാൻ പോകുന്നത്. ഒന്ന് ഇൻറ്റൻസിറ്റി മോഡുലേറ്റഡും പിന്നെ ഫേസ് മോഡുലേറ്റഡും. ഇൻറ്റൻസിറ്റി മോഡുലേറ്ററിൽ നമ്മൾ ടെമ്പറേച്ചറാണ് മെഷർ ചെയ്യാൻ പോകുന്നത് കേട്ടോ, ഈ സെൻസേഴ്സ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇൻറ്റൻസിറ്റി മോഡുലേറ്റഡ് സെൻസറിൽ ആ ഫിഗർ നോക്കി, ആദ്യം നമ്മുടെ ലേസർ ഉണ്ടായിരിക്കും, അത് ലൈറ്റ് വേവിനെ പ്രൊഡ്യൂസ് ചെയ്യും. അത് നേരെ വന്നാൽ മിററിലേക്ക് തട്ടും, മിററിൽ തട്ടി റിഫ്ലക്ട് ചെയ്തിട്ട് തിരിച്ചു വരും. അത് നമ്മളൊരു ഫോട്ടോ ഡിറ്റക്ടർ വേണ്ടിയും ഡിറ്റക്ട് ചെയ്ത് എടുക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത് ആ റിഫ്ലക്ഷൻ നോക്കിയിട്ടാണ്. അതായത് മിററിൽ പോയി തട്ടി റിഫ്ലക്ട് ചെയ്ത് വരുന്ന വേവിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ നിന്നുണ്ടോ വേരിയേഷൻ ഉണ്ടായിരിക്കും. ആ ഇൻറ്റൻസിറ്റി വേരിയേഷൻ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ടെമ്പറേച്ചർ എത്രയാണ് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇൻറ്റൻസിറ്റി മോഡുലേറ്റഡ് സെൻസർ. സെക്കൻഡ് വൺ ആണ് ഫേസ് മോഡുലേറ്റഡ് സെൻസർ. അപ്പോൾ ഇവിടെ നമ്മൾ ഫേസ് മോഡുലേഷൻ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഫേസ് വേരിയേഷൻ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഫിഗറിലുണ്ടോ, ആദ്യം ഒരു ലേസർ ഉണ്ട്, ലേസർ വേവിനെ പ്രൊഡ്യൂസ് ചെയ്യും, ലൈറ്റ് വേവിന്. അത് നമ്മളൊരു ബീം സ്പ്ലിറ്റർ വഴി സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു പോർഷൻ എന്ന് പറയുന്നത് റെഫറൻസ് ഫൈബറിൽ കൂടിയും ഒരെണ്ണം നമ്മുടെ സെൻസർ ഫൈബറിൽ കൂടിയും കടത്തി വിടും. ദെൻ ഈ 2 വേവുകളും നമ്മൾ ഡിറ്റക്ടർ വഴി എന്ത് ചെയ്യും, ഡിറ്റക്ട് ചെയ്തെടുക്കും. ഈ 2 വേവിലും ഫേസിൽ എന്തുണ്ടായിരിക്കും, മോഡുലേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ സെൻസർ ഫൈബറിൽ കൂടെ വരുന്ന വേവിൻ്റെ ഫേസ് വേരിയേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്രത്തോളം ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു എന്നുള്ളത് മെഷർ ചെയ്യാൻ പറ്റും. ഇതാണ് 2 ടൈപ്പ് സെൻസേഴ്സ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് അഥവാ LED. LED എന്ന് പറഞ്ഞാൽ ലൈറ്റിനെ എമിറ്റ് ചെയ്യുന്ന ആൾക്കാർ, അതായത് കറണ്ട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സപ്ലൈ വോൾട്ടേജ് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ലൈറ്റ് വേവിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ LED എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫിഗറാണ് അവിടെ താഴെ കൊടുത്തത്. ഒരു P ടൈപ്പ് ഒരു N ടൈപ്പ് എടുത്തിട്ട് രണ്ടും കൂടെ നമ്മളൊരു PN ജംഗ്ഷൻ ഫോം ചെയ്യും. അതിലേക്ക് നമ്മൾ കൊടുക്കുന്നത് ഫോർവേഡ് ബയാസിംഗ് ആയിരിക്കും. ഫോർവേഡ് ബയാസിംഗ് എന്ന് പറഞ്ഞാൽ P ടൈപ്പിലേക്ക് പോസിറ്റീവും N ടൈപ്പിലേക്ക് നെഗറ്റീവും സെയിം ചാർജസ് കണക്ട് ചെയ്യുമ്പോൾ അതിനെ പറയുന്നതാണ് ഫോർവേഡ് ബയാസിംഗ്. അപ്പോൾ Pയും പോസിറ്റീവും സെയിം ചാർജസ് അതിനോട് റിപ്പല്ലല്ലേ ചെയ്യാം. അപ്പോൾ Pന്ന് കുറേ ഹോൾസും Nന്ന് കുറേ ഇലക്ട്രോൺസ് റിപ്പൽ ചെയ്യും. അവർ രണ്ടുപേരും കൂടെ റിക്കമ്പൈൻ ചെയ്തുകൊണ്ടുണ്ടാവും, ലൈറ്റ് വേവിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് LED വർക്കിംഗ്. അതിൻ്റെ ക്യാരിയാണ് നമ്മൾ റൈറ്റ് സൈഡിൽ പ്ലോട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കറണ്ടിനനുസരിച്ച് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നതായിരിക്കും കൂടുതലായിരിക്കും. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡിറ്റക്ടേഴ്സ്, ഫോട്ടോ ഡിറ്റക്ടേഴ്സ്. ഫോട്ടോ ഡിറ്റക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യുന്ന ആളാണ്. അതായത് ലൈറ്റ് വേവിനെ ഇൻപുട്ട് ആയിട്ട് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഫോട്ടോ ഡിറ്റക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഫോട്ടോ ഡയോഡ്. ഫോട്ടോ ഡയോഡ് എന്ന് പറഞ്ഞാൽ LED ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അതായത് കൺസ്ട്രക്ഷൻ ഒക്കെ സെയിം തന്നെയാണ്. P ടൈപ്പും N ടൈപ്പും എടുക്കാം. നമ്മൾ LED ഫോർവേഡ് ബയാസിംഗ് കൊടുക്കുമ്പോൾ ഫോട്ടോ ഡയോഡ് നമ്മൾ എന്ത് കൊടുക്കണം, റിവേഴ്സ് ബയാസിംഗ് ആണ് കൊടുക്കാനായിട്ട്. റിവേഴ്സ് ബയാസിംഗ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, റിവേഴ്സ് ബയാസിംഗ് മീൻസ് പോസിറ്റീവിലേക്ക് നെഗറ്റീവ്, നെഗറ്റീവിലേക്ക് പോസിറ്റീവ് ആണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇലക്ട്രോൺസും ഹോൾസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, റീകമ്പൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എക്സ്റ്റേണലി ലൈറ്റ് കൊടുക്കുമ്പോൾ ആ ലൈറ്റ് എനർജീനെ അബ്സോർബ് ചെയ്തിട്ടായിരിക്കും ഇലക്ട്രോൺ ഹോൾ റീകമ്പൈൻ ചെയ്യുന്നത്, കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോട്ടോ ഡയോഡ്. ഈ സെക്കൻഡ് ടൈപ്പ് ഫോട്ടോ ഡിറ്റക്ടർ ആണ് പിൻ ഫോട്ടോ ഡയോഡ്. ഇനി പറയാൻ പോകുന്നതെല്ലാം ഫോട്ടോ ഡയോഡാണ്. അപ്പോൾ ബാക്കിയൊക്കെ സെയിം തന്നെ, കൺസ്ട്രക്ഷനിൽ വരുന്ന ചെറിയ ചെറിയ വേരിയേഷൻസ് ആണ് പറയുന്നത് കേട്ടോ. പിൻ ഫോട്ടോ ഡയോഡിൽ P ടൈപ്പിന് N ടൈപ്പിന് ഇൻ ബിറ്റ്വീൻ ഉണ്ടായിരിക്കും ഒരു ഇൻട്രൻസിക് മീഡിയം ഉണ്ടായിരിക്കും. അപ്പോൾ കുറച്ചും കൂടി ഏരിയ കൂടുതലായില്ലേ, കുറച്ചും കൂടെ ലൈറ്റ് എനർജീനെ കൂടുതൽ അബ്സോർബ് ചെയ്യും, മോർ ഔട്ട്പുട്ട് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോളാർ സെല്ലും സെയിം തന്നെ, ഫോട്ടോ ഡയോഡിൻ്റെ സെയിം വർക്കിംഗ് തന്നെ. ഇവിടെ നമ്മളൊരു P ടൈപ്പ് എടുക്കും, N ടൈപ്പ് എടുക്കും, സോളാർ എനർജി ആയിരിക്കും നമ്മൾ ഇൻപുട്ടായിട്ട് അതിൽ എടുക്കുന്നത്. ദെൻ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് കുറേ കുഞ്ഞു കുഞ്ഞു ഫോട്ടോ ഡയോഡ്സിൻ്റെ കളക്ഷൻ നമ്മൾ പറയുന്ന പേരാണ് സോളാർ സെൽ. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലാർജ് ആയിരിക്കും.